താങ്കളൊരു ആഡ് ഫിലിം ഡയറക്ടറും കൂടെയാണ്. ഒരു ക്ലയൻറ്റ് വന്നൊരു പരസ്യത്തിൻ്റെ കൺസെപ്റ്റ് പറയുമ്പോൾ ആ ബ്രാൻഡിനെ എങ്ങനെയാണ് മനസ്സിലാക്കി തുടങ്ങുന്നത്? ശരിക്കും എന്നേക്കാൾ മുമ്പ് ആ ബ്രാൻഡിൻ്റെ അടിമുടി മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, എൻ്റെ ക്ലയൻറ്റ്. ആ, അതെ അതെ അതെ. അവർക്കറിയാം, അവർക്ക് അവരുടേതായിട്ടുള്ള അറിവുണ്ട്. പിന്നെ അവർ ഈ ബ്രാൻഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള മറ്റു ബ്രാൻഡുകളെ പറ്റി പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? പഠിക്കണം, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം. ഞാനൊരു കുപ്പിയിൽ എണ്ണ ഇട്ടിറങ്ങുമ്പോൾ എൻ്റെ എണ്ണയ്ക്ക് മുമ്പ് വേറെ ഏതൊക്കെ എണ്ണകൾ ആൾക്കാർ ഉപയോഗിച്ചിരുന്നൊന്നും, അമ്മ കാച്ചി എണ്ണ ഇരിപ്പുണ്ട് അവിടെ വരാന്തയിൽ, അല്ലെങ്കിൽ ഈ വെന്റിലേറ്ററിന്റെ മുകളിൽ പായൽ പിടിച്ചിരിപ്പുണ്ട് അവിടെ, അല്ലേ? നമ്മളിത് ഉപയോഗിക്കാറില്ല. അമ്മ കാച്ചിയ മറ്റേ തേക്കിന്റെ കൂമ്പൊക്കെ ഇട്ടുള്ള എണ്ണ ഇരിപ്പുണ്ട്. ആ എണ്ണയും നമുക്ക് കോമ്പറ്റീറ്ററാ. അതെ, അമ്മ കാച്ചിയ എണ്ണയും കോമ്പറ്റീറ്ററാ. അപ്പോൾ ഇതൊക്കെ ഏറെക്കുറെ അറിഞ്ഞ ഒരാളായിരിക്കും ചിലപ്പോൾ. ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അവെയർ ആക്കുക എന്നുള്ള പരിപാടിയാണ് ആദ്യം ചെയ്യുക. പിന്നെ ഇപ്പോൾ കുറെ കൂടി ഓർഗനൈസ്ഡ് ആണ്, കുറെ കൂടി ഈ കോമ്പറ്റീഷനെ കുറിച്ച് മനസ്സിലാക്കുകയും ഈ കോവിഡ് ടൈമിൽ ഓൺലൈൻ കച്ചവടങ്ങൾ അതിഗംഭീരം, ആമസോൺ പോലുള്ള വലിയ വലിയ ബ്രാൻഡുകളുടെ. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം, ഈവൻ ഡോക്ടേഴ്സിനെ വരെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടല്ലേ ഇന്ന ഡോക്ടറെ കാണാൻ പോകുന്നത്, അല്ലേ? പണ്ട് ഞാൻ ജനറൽ ആശുപത്രിയിലേക്ക് പോവാ, ഇപ്പോൾ അതല്ല. ഞാനൊരു കാർഡിയാക് സർജൻ ഉണ്ടെങ്കിൽ ഞാൻ എറണാകുളത്തുള്ള മുഴുവൻ സർജൻസിനെ അന്വേഷിച്ച് അതിൽ ഇന്നയാളുടെ ഹിസ്റ്ററി വരെ നോക്കിയിട്ടാണ് ഞാൻ പോവുക. അദ്ദേഹത്തെ കുറിച്ചുള്ള കമന്റ് വരെ നോക്കിയിട്ടാണ് ഞാൻ ആ ഡോക്ടർ വേണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അപ്പൊ പിന്നെ എന്നോട് അത് കുഞ്ഞിന് കൊടുക്കാനുള്ള, എൻ്റെ നവജാത ശിശുവിന്, എനിക്കിപ്പോൾ പറഞ്ഞ ന്യൂ ബോൺ ബേബിക്ക് മേത്ത് തേക്കേണ്ട എണ്ണയെ കുറിച്ചിട്ട് ഞാൻ വറീഡാണ്. മുമ്പതല്ല, അമ്മൂമ്മ കുളിപ്പിച്ചോളും, അല്ലേ? ഈ വ്യത്യാസം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ദെൻ ഓഫ് കോഴ്സ് എന്താണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ക്ലയന്റിന് പ്രത്യേകമായി എന്താണ് പറയാനുള്ളത്, അത് പ്രധാനമാണ്. അത് മാർക്കറ്റിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന്. ഇപ്പൊ നടക്കുന്ന എന്റെ മാർക്കറ്റിംഗ് അനീഷിന്റെ രീതിയിൽ, അനീഷിന്റെ ചോദ്യങ്ങളിലൂടെ, അനീഷിന്റെ ചോദ്യങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ ഒക്കെ അനീഷും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. അല്ല, അങ്ങനെ കാണാമല്ലോ അതിനെ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റഡി നടന്നതിന് ശേഷമാണ് ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ കയറുക. ദെൻ ആ ബ്രാൻഡിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളിൽ അതിനെ ഏതെല്ലാം രീതിയിൽ അവതരിപ്പിക്കാമെന്ന് നോക്കും. ഇവിടെയൊക്കെ നമ്മൾ അവരുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡി കൂടി പാരലലി നടക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്.